ഹായ് ഫ്രണ്ട്സ്, ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗോ. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിലെ മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യനായ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരള ഗവൺമെൻറ് വായനാ ദിനമായി ആചരിക്കുന്നു. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഈ കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഓരോ പുസ്തകവും അറിവിൻ്റെ ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരുവാൻ ഉള്ള വഴിയാണ് വായന. വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനക്ക് കഴിയും. അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. വായനാശീലം അന്യരായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ഇന്ന് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ്, പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന ആ അനുഭൂതി ഈ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുകയില്ല. അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായന ഒരു ശീലമാക്കാൻ ഇന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യാം. അതിന് ഏറ്റവും നല്ല ദിനം ഇന്നു തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.